നോ, യു മസ്റ്റ് ബിലീവ്. ഇവിടെ ഈ നഗരമധ്യത്തിൽ ഇത് പ്രവർത്തിക്കുന്നു. കേളൂറൈറ്റഡ് പണം കൊണ്ട് മാത്രം ഒതുങ്ങാത്ത പൊളിറ്റീഷ്യൻസിനെ ബ്രൈബ് ചെയ്യാൻ, ബ്യൂറോക്രാറ്റ്സിനെ ബ്രൈബ് ചെയ്യാൻ പേരിനതൊരു തുന്നൽ കേന്ദ്രമാണ്. വെരി സിംബോളിക്. സോറി, ചില സമയത്തൊക്കെ ഞാൻ ഇതുപോലെ വൾഗറാവും. ആ സ്ഥാപനം ഇല്ലാതായാൽ കേളൂറൈറ്റഡ് ഒരു അട്രാക്ഷൻ കുറയും. ഇല്ല വിശ്വേട്ടാ, ഇതൊരു സിമന്റ് ഗോഡൌൺ ആണ്. സിറ്റി കോർപ്പറേഷന്റെ വകയാണ് ഈ ബിൽഡിംഗ്. കേളൂറൈറ്റർ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണിത്. കൃത്യമായിട്ട് വാടകയും തരുന്നുണ്ട്. തരാമല്ലോ. സിമന്റ് വിറ്റാലും കട്ടാലും കിട്ടുന്ന ലാഭത്തിനൊരു പരിധിയുണ്ട്. സിമന്റ് ചാക്കുകൾക്കിടയിൽ കഞ്ചാവാണെങ്കിലോ വിദേശ നാണ്യം നേടാവുന്ന മയക്കുമരുന്നുകളാണെങ്കിലോ ഓഫ് കോഴ്സ് സുവർണ്ണ ഏതായാലും ഉണ്ടാവില്ല. അതിന്റെ കാലം കഴിഞ്ഞു. അല്പം സ്ഥലം മെനക്കെടുത്തുമെങ്കിലും സിൽവർ ഈസ് സ്റ്റിൽ പ്രോഫിറ്റബിൾ. വെള്ളി എന്തെങ്കിലും സംഭവിച്ചാൽ മന്ത്രിസഭ കാണുകയല്ലാന്ന് ഇതുവരെ അച്ചടിച്ച ഒരു കോപ്പി പോലും വെളിച്ചം കാണാൻ പാടില്ല. എന്താ പോരെ? നഗരത്തിൽ പോലീസ് അതിക്രമം. 2 കോടി രൂപയുടെ സിമന്റ് നശിപ്പിച്ചു. അർദ്ധരാത്രിയിൽ നഗരത്തിൽ പോലീസ് വിളയാട്ടം. ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കാതെ ഒരു നന്ദിയെങ്കിലും പറയടൂ റൈറ്ററെ. സ്വന്തം മുതലിൽ നിന്നൊരു പങ്ക് പോകുന്ന കണ്ടപ്പോ മുഖ്യമന്ത്രിക്ക് ഉറക്കമില്ല. രായിക്ക് രാമാനം. ഹലോ ഹലോ റൈറ്ററെ, ഒന്നും കേൾക്കാൻ വയ്യ. യു ആർ അണ്ടർ അറസ്റ്റ്. ഹലോ സീക്കാരെ, ഇവിടെ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുക. ഈ ചന്ദ്രദാസ് എന്താ ഇത്? എന്ത് പോക്കറ്റിലാണ് ഇയാൾ കാണിക്കുന്നത്? ഈ രാജ്യത്തൊരു നിയമമില്ല. ഉണ്ടല്ലോ, അതാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ആ ഉണ്ട്, കാണട്ടെ. കാണണോ? ഇതെന്നെ എന്താണോ വേണ്ടേ? കൈവിടാൻ. വായോട്ട്. അടങ്ങോട്ട്. വണ്ടിയില്ലേ? ആ ഉണ്ട്, 2 എണ്ണം. പക്ഷെ ഡീസൽ ക്ഷാമം. വായിച്ചില്ലേ സ്വന്തം മുഖ്യമന്ത്രിയുടെ പ്രസ്താവന? 2 കിലോമീറ്ററല്ലേ ഉള്ളൂ, നടന്നു പോകാനേ ഉള്ളൂ. സാരമില്ല, പോകുന്ന വഴിക്ക് 3 ആശുപത്രി ഉണ്ട്, അറിയാമല്ലോ. സാരമില്ല മോളെ, മോടെ കെട്ടിയവന്റെ ആയുസ് എത്തിക്കഴിഞ്ഞു. ദിവസവും മുഹൂർത്തവും തീരുമാനിച്ചാ മതി.
താനെന്താ തെരുവ് നടത്തി ഇറങ്ങിയിരിക്കണോ? സാർ, ഞാൻ പത്രവാർത്തകൾ വിശ്വസിക്കരുത് സാർ. അതെല്ലാം വളച്ചൊടിച്ചതാണ്. ഇന്നലെ രാത്രിയിലെ ഓപ്പറേഷൻസ് ഞാൻ ഡീറ്റെയിൽ ചെയ്യാം. ഈസ് എ ക്രിമിനൽ. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട ഈ കാഴ്ച താനൊന്ന് ഡീറ്റെയിൽ ചെയ്യൂ. ഇദ്ദേഹം എന്താ ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരനോ തെരുവിലോ നടത്താൻ? താൻ ഒരു IPS ഓഫീസറാണോ അതോ പോലീസ് കോൺസ്റ്റബിൾ ആണോ? സാർ, നോ, യു ആർ അണ്ടർ സസ്പെൻഷൻ മിസ്റ്റർ ചന്ദ്രദാസ്. അല്ലേ താൻ എന്നെ വെച്ചൊരു TV സീരിയൽ എടുക്കായിരുന്നല്ലോ. സാർ, ഞാൻ പറയുന്നത് എന്നെ അവന്മാരുടെ മുമ്പിൽ കോമാളിയാക്കിയിട്ട് താനത് കണ്ട് രസിക്കായിരുന്നല്ലേ? പോലീസുകാരന് ചങ്ങാത്തം കൂടാൻ പറ്റിയവനല്ല കള്ളൻ. സ്നേഹം അഭിനയിച്ച്, ആപത് ബാന്ധവനായി അഭിനയിച്ച്, എന്റെ വീക്ക് പോയിന്റ്സിലെല്ലാം ടച്ച് ചെയ്ത് താനും എന്നെ ചതിക്കായിരുന്നു അല്ലേടോ ചന്തക്കാട് വിശ്വനാഥ? അല്ല, കേളു റൈറ്റർ അത് അർഹിക്കുന്നുണ്ടെങ്കിലും അയാളെ വഴി നടത്തി അവമാനിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ച്, പാരമ്പര്യത്തെ അവമാനിച്ച്, ഒരു ചാൻ വയറിന് വേണ്ടി കള്ളവാറ്റും കത്തിക്കുതും നടത്തുന്ന പാവപ്പെട്ട ചന്തക്കാട് നിവാസികൾക്ക് കേളു റൈറ്ററുടെ ഓരോ വീഴ്ചയും ഒരു കെട്ടുകാഴ്ച. അവരത് കാണും, എൻജോയ് ചെയ്ത് അട്ടഹസിക്കും, ഞാനടക്കം. സ്വന്തം കുടുംബം തകർന്ന് തൊപ്പിപോയൊരു പോലീസുകാരന് കള്ളക്കടത്തുകാരന്റെ ഫ്ലാഷ് ബാക്ക് കേൾക്കാൻ താല്പര്യമില്ലെന്നറിയാം. ചരിത്രത്തിന്റെ തങ്കത്താളുകൾ പോയിട്ട് കൂറക്കടലാസിലടിച്ച ടിപ്പണിയിൽ പോലും പേര് വരാത്ത ഒരു കൂട്ടം നിസ്വാർത്ഥ സേവകരുടെ പിൻതലമുറയാണ് ഞാനടക്കമുള്ള ഇന്നത്തെ ചന്തക്കാട് വാസികൾ. പകരമൊന്നും ഉടുക്കാനില്ലാത്ത ഉടുതുണികൾ അവർ വിദേശ വസ്ത്ര ബഹിഷ്കരണത്തിന്റെ പേരിൽ സ്വാതന്ത്ര്യ സമര തീച്ചൂടയിലേക്ക് എറിഞ്ഞു. യർവാദ അടക്കമുള്ള ജയിലുകളിൽ ഗാന്ധിജിയോടൊപ്പം തടവ് ശിക്ഷ അനുഭവിച്ചു. ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജി അനുഗമിച്ചു. പക്ഷേ അതേക്കുറിച്ച് ലണ്ടൻ ടൈംസിൽ വന്ന വാർത്താ ചിത്രങ്ങളിലൊന്നും അവരുടെ മുഖങ്ങളുണ്ടായിരുന്നില്ല. ഗാന്ധിസം അവർക്കൊരു ജീവിതചര്യയായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ ഗാന്ധിജിയുടെ മരണത്തിന് ശേഷം, പവർ പൊളിറ്റിക്സിന്റെ ലൈം ലൈറ്റിലേക്കൊന്നും വരാതിരുന്ന അവര് ഈ നഗരത്തിന് പുറത്ത് ഒരു മാതൃകാ ഗ്രാമം ഉണ്ടാക്കി. രാഷ്ട്രപിതാവ് വിഭാവനം ചെയ്ത ഒരു സെൽഫ് സഫിഷ്യന്റ് ഗ്രാമപഞ്ചായത്ത്. മദ്യത്തിനും ഹിംസയ്ക്കും ചൂഷണത്തിനും ഒന്നും സ്ഥാനമില്ലാതിരുന്ന ആ ഗ്രാമത്തിലാണ് പാവപ്പെട്ട ഒരു ഹിന്ദി വാദ്യാരായ കുമാരൻ മാസ്റ്ററുടെ മകനായി ഞാൻ ജനിച്ചത്. ആ വീടിന്നില്ല, ആ ഗ്രാമമില്ല. പകരം ഇന്നൊരു കൂറ്റൻ ഫാക്ടറിയാണ് അവിടെ. കാറ്റൊന്ന് മാറി വീശിയാൽ 50% ഷെയർ ചന്ദ്രദാസിന് അവകാശപ്പെട്ടതാണ്. കേളു റൈറ്ററുടെ ലക്ഷ്മി മിൽസ്. അദൃശ്യനായ മറ്റൊരു പാർട്ണർ കൂടിയുണ്ട് ആ സ്ഥാപനത്തിന്, മുഖ്യമന്ത്രി CKR. വനനശീകരണത്തിന്റെ പേര് പറഞ്ഞ് നെഹ്റുവിന്റെ വ്യവസായ നയത്തെ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് അധികാരത്തിന്റെ അടുത്തെവിടെയുണ്ടായിരുന്ന CKRഉം പുത്തൻ പണക്കാരൻ കേളു റൈറ്ററും കൂടി ആ ഗ്രാമവാസികളെ തന്ത്രപൂർവ്വം കുടിയിറക്കി. രാഷ്ട്ര പുനർനിർമ്മാണത്തിന് പുറംതിരിഞ്ഞു നിൽക്കരുതല്ലോ. അവരെതിർപ്പൊന്നും പറയാതെ ഇറങ്ങി. പകരം കിട്ടിയതാണ് ഇന്ന് ചന്തക്കാടെന്ന് വിളിക്കുന്ന ഇട്ടാവട്ടത്തിലുള്ള ചതുപ്പ് നിലം. പേരറ്റു, ജീവിതമാർഗങ്ങൾ അടഞ്ഞു. ഫാക്ടറിയിൽ വാഗ്ദാനം ചെയ്ത തൊഴിൽ കിട്ടിയില്ല. 10,000-ഓളം മനുഷ്യരെങ്ങനെ ജീവിക്കും? അന്ന് മുറയിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയതുകൊണ്ടായിരിക്കണം ആരും ക്രിമിനൽസ് ആയില്ല. മുണ്ട് മുറുക്കിയെടുത്ത് അങ്ങ് ജീവിച്ചു. ഒരിത്തിരി മണ്ണിന് വേണ്ടി അച്ഛൻ കയറിയിറങ്ങാത്ത വാതിലുകളില്ല. ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഓരോ നുണ പറഞ്ഞവരെ അച്ഛനെ പറ്റിച്ചു. ചുരുക്കി പറയാം, ഇലക്ഷൻ അടുത്തു. നഗരത്തിലാകെ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന്റെ കാറ്റാഞ്ഞു വീശി. CKR തോൽക്കുമെന്ന് ഉറപ്പ്. ജനസമ്മതനായ ഒരു രക്തസാക്ഷിയെ കിട്ടിയാൽ ഒരുപക്ഷെ വിജയിച്ചേക്കുമെന്ന് കേളു റൈറ്റർക്ക് തോന്നി. അവരതിനാളെ സംഘടിപ്പിച്ചു തുടങ്ങി. അച്ഛനായിരുന്നു അവരുടെ ലക്ഷ്യം.
ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നിരപരാധിയായ ഏതൊരു തടവുപുള്ളിയെയും പോലെ എനിക്കും പ്രതികാരദാഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേളു റൈറ്ററെ കൊല്ലുക. പക്ഷേ പുറത്തു വന്നപ്പോ ചന്തക്കാടിന്റെ അവസ്ഥ കണ്ടപ്പോ കേളു റൈറ്റർക്ക് വേണ്ടി ഒരു ജീവപര്യന്തം അല്ലെങ്കിൽ ഒരു കൊലക്കയർ ഏറ്റുവാങ്ങണ്ടെന്ന് തോന്നി. അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് പ്രസക്തിയില്ലാത്ത കാലം ചന്തക്കാട്ടിലെ എന്റെ സഹജീവികൾ പിടിച്ചുപറിക്കാരും ആയി തീരരുതെന്ന് എനിക്ക് തോന്നി. അവരുടെ പട്ടിണി മാറണം. കയറിക്കിടക്കാനുള്ള അവരുടെ കൂരകൾ ചോർന്നൊലിക്കരുത്. കുടിയിറക്ക് ഭീഷണിയുമായി തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വന്ന് വിരട്ടുന്ന ഉദ്യോഗസ്ഥന്മാരെ പേടിക്കരുത്. ഏറെ തെറ്റും ശരിയൊന്നും ആലോചിച്ചില്ല, അങ്ങ് തീരുമാനിച്ചു. കെ വിശ്വനാഥൻ അങ്ങനെ ചന്തക്കാട് വിശ്വനായി. എന്നെ നിങ്ങളുടെ നിയമം ബാധിക്കില്ല. എന്റെ പീനൽ കോഡ് ഞാൻ തീരുമാനിക്കും. പ്രൊഫഷൻ, പെരുമാറ്റച്ചട്ടം, എന്റെ ശിക്ഷാവിധി, ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഒരുത്തനെ ഞാൻ അനുവദിക്കില്ല. അഥവാ ആരെങ്കിലും ചോദ്യം ചെയ്താൽ ആദ്യം പണം പറഞ്ഞു നോക്കും. കൊണ്ടില്ലെങ്കിൽ അടി കൊടുക്കും. അതും കൊണ്ടില്ലെങ്കിൽ മറ്റൊരു മുറയുണ്ട്. ഇത് മൂന്നും താണ്ടിയവരില്ല ഇതുവരെ. ഞങ്ങൾക്ക് എഴുതപ്പെട്ട നിയമസംഹിതയുണ്ട്. നടപ്പാക്കാനുള്ള മെഷീനറിയെ തുരുമ്പ് പിടിച്ചിട്ടുള്ളൂ. വിശ്വേട്ടൻ ഞങ്ങളെ സഹായിക്കുമോ? മരിക്കും വരെ ചന്തക്കാട് വിശ്വനായിരിക്കാമെന്ന് ആരോടും വാക്ക് കൊടുത്തിട്ടില്ലല്ലോ. പ്ലീസ്. ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള അകലം കുറച്ച് ജനങ്ങളുടെ ഭരണം കെട്ടിപ്പടുക്കുവാൻ ഉന്നം വെച്ചുള്ളതാണ് ഈ പരിപാടി. അധികാരത്തിന്റെ ദന്തഗോപുരങ്ങളിൽ ബ്യൂറോക്രസിയുടെ തടവുകാരനാകാതെ ഇതാ ഒരു മുഖ്യമന്ത്രി ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ജനങ്ങളെ മുഖാമുഖം കണ്ട് അവരുടെ പ്രശ്നങ്ങളും പരാതികളും ഉടനടി പരിഹരിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ CKR-നും ജില്ലാ കളക്ടർ കുമാരി സോണി ചെറിയാനും ജില്ലാ കൗൺസിൽ പ്രസിഡന്റ് ബഷീറിനും എന്റെ സ്വന്തം പേരിലും ഈ നഗരസഭയുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. സമയക്കുറവ് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. രജിസ്റ്റർ ചെയ്ത പരാതിക്കാരെ വിളിക്കുകയാണ്. കോഴിക്കുന്നേൽ ചെറിയാൻ മത്തായി. വരൂ. എന്താടോ തന്റെ പ്രശ്നം? പട്ടയം. പട്ടയം. കൈവശാവകാശ പാട്ടത്തിന്റെ പേര് പറഞ്ഞ് ഇളംകുന്നം കോവിലകത്തെ കഞ്ഞുകുടി മുട്ടിച്ചവനാണിവൻ. 1-2 ഏക്കറല്ല, 400 ഏക്കറാണ്. തമരാക്കന്മാരൊക്കെ തെരുവില് നിത്യപൂജയ്ക്ക് വിഷമിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് അവിടെ. അമ്പലക്കുളം നികത്തിയാൽ അവിടെ ഓർക്കിഡ് പുഷ്പങ്ങൾ നന്നായിട്ട് വളരും. അതല്ലേടോ തന്റെ പ്രശ്നം? ഇരിക്കവിടെ. എനിക്ക് ചില പരാതികളുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പരിഹരിച്ചു തരണം. മിസ്റ്റർ വിശ്വനാഥൻ, നേരത്തെ രജിസ്റ്റർ ചെയ്ത പരാതികൾ ഇവിടെ സ്വീകരിക്കുന്നുള്ളൂ. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആ രജിസ്ട്രേഷൻ വെറും തട്ടിപ്പാണ്. മുൻകൂട്ടി വായിച്ചുറപ്പിച്ച് മുഖ്യമന്ത്രിക്ക് പരിഹരിക്കാൻ താല്പര്യമില്ലാത്ത പരാതികൾ കീറിക്കളഞ്ഞ് ഇത്തരം ഒരു പരിപാടി നടത്തുന്നത് വെറും പ്രഹസനമാണ്. വിധവാ പെൻഷൻ അപേക്ഷിച്ച് ആരുടെയെങ്കിലും പേരുകൾ നിങ്ങളുടെ ലിസ്റ്റിലുണ്ടോ മേയറെ? ഉണ്ടാവില്ല. വിധവാ പെൻഷന് കമ്മീഷൻ അടിക്കുന്ന ചീപ്പല്ലേ. എനിക്കൊരു പ്രശ്നമുണ്ട്. ചന്ദ്രദാസിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സസ്പെൻഡ് ചെയ്യപ്പെട്ട നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ. അന്യായമായ ഇദ്ദേഹത്തിന് സസ്പെൻഷൻ പിൻവലിക്കണം. പറ്റുമോ?
കാര്യങ്ങളുടെ എല്ലാ വശവും പഠിക്കാതെ ഒരു തീരുമാനം പറയാൻ പറ്റില്ല. പഠിക്കാം, നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് പഠിക്കാം. അതിന് തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എക്സ്ക്യൂസ് മീ മിസ്റ്റർ ചന്ദ്രാസ്, നിങ്ങളെ സസ്പെൻഷനിലേക്ക് നയിച്ച കാര്യങ്ങൾ ഒന്ന് വിശദീകരിച്ച് ജനങ്ങൾ കൂടെ അറിയട്ടെ. വേണ്ട സർ, പ്ലീസ്. നിങ്ങളുടെ നാട്യം കണ്ടു രസിക്കാൻ കേരള മക്കളെ കിട്ടില്ല. അഴിമതി വീര CKR നിങ്ങളുടെ ഈ രാത്രി തന്നെ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ചു കൂട്ടിയതിന്റെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നാളെ നേരം വെളുത്ത പത്രങ്ങളെ മുഴുവൻ നമ്മളെ നാറ്റിക്കും. പ്രതിപക്ഷത്തിന്റെയും മറ്റേ ഗ്രൂപ്പുകാരുടെയും കുതന്ത്രങ്ങളാണെന്ന് പറഞ്ഞാൽ ചെലവാകുകയില്ല. പുതിയ നീക്കുപോക്ക് എന്തെങ്കിലും കണ്ടെത്തണം ഈ രാത്രി തന്നെ. ഇല്ലെങ്കിൽ നാളെ മന്ത്രിസഭ ഉണ്ടാവില്ല. അടുത്ത ഇലക്ഷൻ നമ്മൾ ജയിക്കാനും പോകുന്നില്ല. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. കേളൂറൈറ്ററുടെയും CM-ന്റെയും വിഴുപ്പ് ഞങ്ങളൊക്കെ ചേർന്ന് അലക്കേണ്ട ഗതികേടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. മയക്കുമരുന്നിന്റെ ലാഭമൊക്കെ എടുത്ത് ഞണ്ണിയവര് തന്നെ പ്രശ്നം പരിഹരിക്കേ. കേശവ, പരസ്പരം ചെളിവാരി എറിയാനുള്ള സമയമല്ലിത്. പറയാതെ എങ്ങനെ CKR? ചന്തക്കാട് വിഷനുമായി ശത്രുതയുള്ളത് പാർട്ടിക്കല്ല, കേളൂറൈറ്റർക്കാ. ഇയാൾ തന്നെ പറഞ്ഞിട്ടല്ലേ പാണ്ടി നാട്ടിലെങ്ങാണ്ട് കറങ്ങി നടന്നിരുന്ന ഇയാളുടെ മരുമകനെ ഇവിടെ പോലീസ് കമ്മീഷണറായിട്ട് പ്രതിഷ്ഠിച്ചത്. പ്രതിപക്ഷത്തിന്റെയോ മറ്റേ ഗ്രൂപ്പുകാരുടെയോ കാശ് വാങ്ങിച്ചോണ്ട് റൈറ്റർ മന്ത്രിസഭയെയും പാർട്ടിയെയും ചതിക്കുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ഞാനിപ്പോ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. എഴുത്തും വായന അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ കുറച്ച് മുതലുണ്ടാക്കി. കൂടെ ശത്രുക്കളെ മിത്രങ്ങളെ ഉണ്ടാക്കി. മരിക്കുന്നവരങ്ങനെ തന്നെ ഇരുന്നോട്ടെ. മിത്രമായിട്ടും ശത്രുവായിട്ടും. എന്റെ കണക്കൂട്ടിൽ പഠിച്ചെങ്കിൽ അത് ഞാൻ തന്നെ ശരിയായിക്കോളാം. ഈ കൈയുടെ ശക്തി കൊണ്ടാണ് CKR താൻ ഇന്ന് തന്റെ വണ്ടി ഓടിക്കുന്നത്. ഇന്ന് രാത്രി തന്റെ സീറ്റ് ഞാനിരിക്കാം. സത്യപ്രതിജ്ഞ ഒന്നും വേണ്ട. ഇന്ന് ഒരു രാത്രി കേളറായിട്ടൊന്ന് ഭരിച്ചു നോക്കട്ടെ. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? എന്താ നിങ്ങളുടെ ഫോൺ വർക്ക് ചെയ്യുന്നില്ലേ മിസ്റ്റർ ശങ്കർ? ഉണ്ടല്ലോ. മാഡം വിളിച്ചിരുന്നു. ചിലപ്പോ റോങ് നമ്പർ പോയി കാണും. എന്താ മാഡം? ബാംഗ്ലൂരിൽ നിന്ന് വിക്ടർ ഡിസൂസയും ഗാങ്ങും സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഗെറ്റ് റെഡി വിത്ത് ഫോഴ്സ്. വിക്ടർ ഡിസൂസയോ? ആരാണ് അയാൾ? മിസ്റ്റർ ശങ്കർ, ഡോണ്ട് പ്ലേ ഗെയിംസ് വിത്ത് മീ. ഒബേ മൈ ഓർഡേഴ്സ്. ഹു ആർ യു ടു ഓർഡർ മീ? സ്റ്റുപ്പിഡ്. ജില്ലാ കളക്ടറെയാണ് നിങ്ങൾ ധിക്കരിക്കുന്നത്. ഐ ആം സോറി. മാഡം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. യു ആർ നോട്ട് അറ്റ് ആൾ എ ഡിസ്ട്രിക്ട് കളക്ടർ നൗ. RDOക്കാണ് കളക്ടറുടെ ചാർജ്. കളിമൺ വ്യവസായ കോർപ്പറേഷൻ ചെയർമാന്റെ ഓർഡേഴ്സ് സിറ്റി പോലീസ് കമ്മീഷണർ അനുസരിക്കേണ്ട കാര്യമില്ലല്ലോ. ട്രാൻസ്ഫർ ഓർഡർ കണ്ടില്ലേ? സ്ത്രീയല്ലേ, അർദ്ധരാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി കാണും. ഇതാ ഓർഡറിന്റെ കോപ്പി. I want to take revenge on Vishwan. He is my enemy now. എന്നെ അനുസരിക്കാതെ എന്നെ വഞ്ചിച്ചവനാണവൻ. നിങ്ങളെ മാത്രമല്ല എന്നെ വഞ്ചിച്ചവനാ. നിങ്ങളായി തിരക്കവൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു. അതും പോരാഞ്ഞിട്ട് സ്റ്റേഷൻ ആക്രമിച്ച് അത് മുഴുവൻ തട്ടിയെടുത്ത്. എത്ര ലക്ഷം രൂപയാ? ഒന്ന് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കണം അവനോട്. No, I can understand. I lost my money, a lot of it. എനിക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് ഇല്ലാത്ത ഒരു സ്റ്റേറ്റിൽ വന്ന് ഐ മീൻ ഇൻ കേരള ചന്തക്കാട് വിഷ്ണുമായി ഒരു ഗാങ് വാർ വിൻ ചെയ്താൽ വാട്ട് ഇസ് ദി ബെനിഫിറ്റ്? ടെൽ മീ. അച്ഛാ, അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മനസ്സിലായടാ. തല പോകുന്ന കാര്യം ഏത് ഭാഷ പറഞ്ഞാലും നിന്റെ തന്തയ്ക്ക് മനസ്സിലാവും. ആ പെട്ടിങ് എടുത്ത് നിങ്ങൾ അയച്ച ചരക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിലും അതിന്റെ പൈസ ഞാനങ്ങ് തരിക. പക്ഷേ ചന്തക്കാട് വിച്ചോന്റെ ശവം എനിക്ക് കാണണം. ഒക്കോ സാഹിബേ? മിസ്റ്റർ ഡിസൂസ, he is saying that he wants to. കാശ് മുമ്പ് വെച്ചോണ്ട് എന്തിനാ മറുഭാഷ പറയുന്നേ? അതിക്ക് കാര്യം മനസ്സിലായില്ലേ? ആലോചിക്കാനൊന്നും സമയമില്ല. ആ വിച്ചോന്റെ കൂടെ എന്റെ മരുമോനും കാണും.
തനിക്ക് ചങ്കുറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഇപ്പൊ തെളിയിക്കണം. എന്റെ മരുമോനാണെന്ന പരിഗണനയൊന്നും വേണ്ട. എനിക്ക് ഭാര്യയായവൻ മരുമോനാണെങ്കിലും വാഴണ്ട. വിശ്വണ്ണ ഫോണ്. ഹലോ ഹലോ, സത്യം, എല്ലാം സത്യമാണ് ചന്ദ്ര. തന്തയെ കൊല്ലിക്കാനുണ്ടായ കുടുംബദ്രോഹി. എടീ, രാജു, മക്കളെ ചതി പറ്റിയടാ. ഗീത നമ്മളെ ചതിച്ചു. അവള് ചന്ദ്രദാസിന് ഫോൺ ചെയ്തു. വണ്ടിയെടുത്ത് പുറകെ പോടാ മോനെ. ആ സാഹിബിനെ തിരികെ വിളിക്ക്.
വക്കീലേ, വിശ്വ, പ്രതികാരം വേണ്ട. കേളു റൈറ്ററെ നമുക്ക് നിയമത്തിന് വിട്ടുകൊടുക്കാം. ഏത് നിയമം? ഇതാ തോറ്റ് നാണം കെട്ട് നിൽക്കുന്ന ഈ നിയമമോ? അടിച്ച് താർക്കിരണ്ട എല്ലാം.